എന്താ സാറേ വണ്ടിയുടെ ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ റെഡിയാണ്. ഈ പൊതുസ്ഥലത്തേക്ക് വാഹനം ഇറക്കേണ്ടത് റിവേഴ്സിലാണോ ഫോർവേഡ് ഡയറക്ഷനിലാണോ? സാറേ ഇത് ഫ്രണ്ട് ഇങ്ങനെ കയറ്റി വെച്ചിപ്പോട് നമ്മള് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു പബ്ലിക് സ്പേസ് ആണ്. ഇപ്പൊ ഞാൻ ഈ വാഹനമായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിയാണോ? ചെറുതായിട്ടല്ല, ഇതിനകത്ത് ഒരു പൊതുസ്ഥലത്തേക്ക് നമ്മൾ വാഹനം പ്രവേശിപ്പിക്കുന്ന ഡ്രൈവിംഗ് റെഗുലേഷനിൽ ഒരു നിയമമുണ്ട്, അറിയാമോ? അതിനകത്ത് ഡ്രൈവിംഗ് റെഗുലേഷൻ 18 പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഒരു സ്വകാര്യ സ്ഥലത്തു നിന്ന് ഒരു പൊതുസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിക്കൂടാ. റോഡിൽ റിവേഴ്സ് ഓടിക്കരുതെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് പൊതുസ്ഥലത്തേക്ക്, ഇത് പൊതുസ്ഥലമാണ്, അത് പ്രൈവറ്റ് നിങ്ങളുടെ സ്ഥലമാണ്, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് നിന്ന് ഒരു പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. പൊതുസ്ഥലത്താണ് നമുക്ക് ചില മര്യാദകളുണ്ട്. കാരണം അവിടെയുള്ള ആളുകളുടെ ജീവൻ സുരക്ഷ എന്ന് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടിയിരുന്നത്? വാഹനം കയറ്റിയിടുന്ന സമയത്ത് നമുക്ക് റിവേഴ്സിൽ അങ്ങോട്ട് കയറ്റിയിടണമായിരുന്നു. അപ്പൊ റിവേഴ്സിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് കയറ്റുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഫ്രണ്ട് എടുക്കാമായിരുന്നു. മാത്രമല്ല, നിങ്ങൾ റോഡിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ട് നോക്കിയെടുക്കാം. റിവേഴ്സ് എടുത്താൽ നിങ്ങൾ ഈ വാഹനം ഒന്നും കാണൂല. നിങ്ങൾ പ്രവേശിക്കുന്നത് വരെ റോഡിലേക്ക് വാഹനം റിവേഴ്സിൽ വരും. ലെങ്ത് കുറവാണെന്നുള്ളതല്ലല്ലോ, ഇതൊരു ഇടുങ്ങിയ റോഡാണല്ലേ. ഒരു വാഹനം എടുക്കാനുള്ള ഒരു നിയമം പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. നിയമം എന്തിനാണ്? നമ്മുടെയും നിങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വാഹനം എടുക്കേണ്ടത്, പൊതുസ്ഥലത്തേക്ക് വാഹനം എടുക്കേണ്ടത് ഇങ്ങനെയല്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുരക്ഷ എന്നുള്ള ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞു വരുന്നത് ഒരിക്കലും റോഡിലേക്ക് റിവേഴ്സ് എടുക്കരുത് തന്നെയാണ്. റോഡിലേക്ക് റിവേഴ്സ് എടുക്കരുത് ഡ്രൈവിംഗ് റെഗുലേഷൻ 18 പറയുന്നു. പൊതുസ്ഥലത്തേക്ക് വാഹനങ്ങൾ റിവേഴ്സിലല്ല എടുക്കേണ്ടത്. നിങ്ങൾക്ക് കയറ്റിയിടുന്ന സമയത്ത് റിവേഴ്സിൽ കയറ്റിയിടാമായിരുന്നു. അപ്പൊ എടുക്കുമ്പോൾ അതാണ് ശീലങ്ങൾ ഉണ്ടാകേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, നിങ്ങൾ ആ റോഡിൽ ഒരു വാഹനവും കാണാതെയാണ് വണ്ടി നിങ്ങൾ പുറത്തേക്ക് ഫുള്ളായിട്ട് വരുന്നത്. ഡ്രൈവർ വരുന്നത് വരെ വാഹനത്തിന്റെ വാല് പുറകിലേക്ക് വരുമല്ലോ. തീർച്ചയായിട്ടും അതുവരെയുള്ള വാഹനങ്ങളെ നിങ്ങൾ കാണുന്നത് തന്നെയില്ല. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന അവിടെയാണ്. അത് ഫൈൻ ഇല്ലാത്ത വകുപ്പല്ല, ഡ്രൈവിംഗ് റെഗുലേഷന്റെ വയലേഷനാണ്. അതിന് പിഴയുണ്ട്. പക്ഷെ പിഴയുടെ അപ്പുറത്തേക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.